അപ്പോൾ ഇന്നലെ കൊച്ചുവും പ്രണവ് കൊച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്ന് കുത്തിയിരുന്ന് കരഞ്ഞ് പറഞ്ഞതൊക്കെ വെറുതെയായിട്ടുണ്ട്. കാരണം ഇന്ന് പ്രവീണും മൃദുലയും അവരുടെ കയ്യിലുള്ള വീഡിയോ ഓഡിയോ തെളിവുകളായിട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. മൃദുല പറയുന്നതനുസരിച്ച് മൃദുലയ്ക്ക് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ്റെയും ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും കയ്യിൽ നിന്ന്. ആ കുട്ടിക്ക് ഡ്യൂ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ആ കുട്ടി ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രവീണിന് അടി കിട്ടിയതിൻ്റെ പാടുകൾ ദേഹത്ത് കാണാം. ആ സമയത്ത് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ ഉടനെ അവർ തമ്മിൽ വഴക്കുണ്ടായ ഉടനെ മൃദുലയും പ്രവീണും എടുത്ത വീഡിയോ ആണത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് അവർ വേറൊരു ക്ലിപ്പിൽ ഈ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെ ഒരു ക്ലിപ്പിൽ അവർ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മൃദുലയും പ്രവീണും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഞങ്ങൾ പോകുന്നില്ല, അവസാനം തീരുമാനിച്ചു കേസ് കൊടുക്കുന്നില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും അനിയനുമാണ്, അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഡൊമസ്റ്റിക് വയലൻസ് മൃദുലയ്ക്കെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കേസ് കൊടുത്തോ ഇല്ലയോ, ഇപ്പോൾ അത് പബ്ലിക്കായിട്ടുള്ള ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് സ്വമേധയാ കേസ് എടുക്കേണ്ട ഒരു വിഷയമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തെളിവടക്കം കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കാണിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അഥവാ ഇവരിനി പരാതി ഇവർ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഇവരെ ക്ഷമിച്ചു, കേസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കാണുമല്ലോ, ഇത്രയും 10-40 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ്, ഇതെല്ലായിടത്തും പബ്ലിക്കായിട്ടുണ്ട്. ഇപ്പം മൃദുലയ്ക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെന്നാണ്. അതിപ്പോൾ അതിന് സത്യാവസ്ഥ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്വമേധയാ കേസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു? അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്, രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഉണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനും ഇതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടിയാണ്. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഈ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയെ ശ്രമിച്ചു, കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യമുണ്ട്. മുറിവ് പിടിച്ചുകൊണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കുളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ചു. വീണ്ടും വന്നടിക്കോ?
നമുക്ക് പോവാട്ടോ, ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത്. എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ മാറ്റി കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കയറി ഒരു ഗ്ലാസ് പാല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ചങ്കി തട്ടി പറയാം, ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ ഈ വീട്ടിൽ. ഇല്ല, പറ്റുന്നില്ല ഇവിടെ നിൽക്കാനിക്കൊണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാൻ ഇന്നപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ തൻ്റെ ചീത്ത വിളിച്ച് എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നെന്ന്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മാനോട്ട് ഇറങ്ങിപ്പോ. ഈ തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ അടിക്കുന്നതാണ്. കുറെ കിട്ടിയടി, ഞാൻ നോക്കിയപ്പോ വായി കൊടുക്ക ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നും അല്ല എന്നോട്. വന്ന് കയറിയിട്ട് അന്ന് തൊട്ടാലും എന്നോട് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടൊക്കെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലും തോന്നിട്ട് അന്യനായി പോയിട്ട് എത്ര അച്ഛനായി പോയിട്ട് വാശിയിൽ വന്ന് കുറേ അടി അടിച്ചേട്ടാ ഏട്ടന്. അച്ഛനോട് നിൽക്കുന്നോണ്ട് കുറേ അടി അടിച്ച് നിന്നെ കറങ്ങി തിരിഞ്ഞു. എനിക്കൊന്ന് ആശുപത്രി പോകണേട്ടാ. ഞാൻ വീട് തറയല്ലേ. ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ. എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം, അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ എന്തിനും എല്ലാത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും, ഇങ്ങോട്ട് പോവും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയിൽ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്. ഫോൺ വിളിച്ചത് ഇനി മേല ആദ്യം ഏട്ടനെ കുറെ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേല അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അവനെ ഇനി ഒന്നും വിളിക്കുന്നത് അവനാ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നീന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്ന. ഇതിൽ കൂടുതൽ ഗതി കേട്ടവൻ ആരുള്ളപ്പാ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയാം. അമ്മയൊക്കെ പറഞ്ഞായിരുന്നു, നീ മൂഞ്ചോടെ നിനക്കാരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ടെന്ന്. ഇവരോടല്ലാതെ ഞാൻ പുറത്തു പോയിട്ടില്ല ഇതുവരെ ഇവരുടെ കൂടെ അല്ലാതെ ഞാൻ ഈ വീട് വിട്ടവിടെ. നിങ്ങൾക്കറിയാം അണിയമ്മ കൊണ്ട് പോലും അവനില്ലാതെ ഞാൻ ഒരു പേഴ്സണലായിട്ട് സർജറി പോയിട്ടില്ല. ഇല്ല, എൻ്റെ വീട്ടുകാരെ കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ദേഷ്യവും. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ വീട്ടിൽ പോയി തിന്നിട്ട് പോലുമില്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ടുന്നതാണ്. അവരിവിടെ വന്നാൽ ചിലപ്പോൾ മോന്ത കാണിക്കും. ചില ദിവസം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോത്തേ മിണ്ടത്തിട്ട്.
എന്തിരുന്നൂടെ ഞാൻ വീട്ടിൽ പോലും പോയി അങ്ങനെ നിന്നിട്ടില്ലേ. കുടുംബം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അവരുടെ എല്ലാവരെയും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേൾക്കണം. എനിക്കല്ല എൻ്റെ കുഞ്ഞിന് കുറെ കിട്ടി. എനിക്കിതൊക്കെ വയ്യ. അവരിറക്കി വിടട്ടെ, അവർ സെറ്റ് ചേർന്ന് നിന്നെ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യട്ട്. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെല്ലാവരെയും കൂടെ പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ റൂമിൽ പൂട്ടി, അമ്മ പിടിച്ചോണ്ട് റൂമിലാക്കിയപ്പോൾ ഞാൻ ആ റൂം പൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. എനിക്ക് അടച്ചിട്ട് ഞാനിട്ടിരുന്നു. എന്നെ കുറെ പറഞ്ഞു, നാണമില്ല ഇവിടെ കുത്തിയിരിക്കും, ഇറങ്ങിപ്പോ. കുറെ ചീത്ത വിളിച്ചിട്ട് ഇവരോടൊക്കെ എത്ര പോവാ പാക്കൊക്കെ ചെയ്യട്ടോ. ഫുഡ് ചേട്ടാൻ വലിച്ചിട്ട് കീറി. മുണ്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു. മുണ്ടൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഇതൊക്കെ കണ്ടിട്ട് വിചാരിക്കരുത് ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് വേക്കാൻ എനിക്ക്. അവരൊന്നിച്ച ഒരു 3 പേര് ഒന്നിച്ച ഒരു 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം, എനിക്കറിയത്തില്ല. എൻ്റെ സെൽഫ്, എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. എനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ന് ആക്കരുത്. അത്രയും സഹിച്ച് പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. കൊച്ചിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കെയർ ചെയ്തതിന്റെ 100 മടങ്ങ് അവനെ കെയർ ചെയ്യുന്നു. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല. അവൻ ഈ വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അവൻ ഭയങ്കര പറ്റിക്കുക വരെ രണ്ടുപേരെ. ഞാൻ അവനടുത്ത് പറഞ്ഞു, നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കോ, എന്നെ പൊട്ടനാക്കട്ടെ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയോ അത്, ഒരു ദിവസം സീരിയസ് ആയിട്ട്. ഇപ്പൊ അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ, ഇറക്കിയിടില്ലേ, ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ.